ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത സെറ്റ് ഓഫ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിസീസ്, എന്തൊക്കെ ടൈപ്പ് ഡിസീസ്, അതിൽ നമ്മളുടെ ഫംഗൽ ഡിസീസസുകൾ വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഡിസീസ് അഥവാ അസുഖം എന്ന് പറഞ്ഞാൽ. ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി സിസ്റ്റം അല്ലേ, നമ്മുടെ ബോഡി സിസ്റ്റം ഇങ്ങനെ നല്ല റീസെറ്റിൽ പോവാണ്. അപ്പോൾ അവിടേക്ക് ആരെങ്കിലൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറുമ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബോഡി സിസ്റ്റം മൊത്തത്തിൽ ഇങ്ങനെ പളക്കോ ചളക്കോ ആവുന്നതാണ് എന്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബാലൻസിങ്ങിന് എന്തൊക്കെയോ ഒരു സംഭവം സംഭവിച്ചു. ഹോമിയോസ്റ്റീസിസ് എന്ന് പറയുന്ന സന്തുലിതാവസ്ഥയിൽ എന്തൊക്കെയോ ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മൾ രോഗിയായി അഥവാ നമ്മൾക്ക് ഡിസീസ് പിടിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഡിസീസ് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. ദ മാൽ ഫങ്ഷൻ ഓഫ് അവർ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബിക്കം എന്താവുന്നു, അതായത് ഇമ്മ്യൂണിറ്റി സിസ്റ്റം മാൽ ഫങ്ഷനിങ് ആവാതിരിക്കുക. അത് പല കാരണങ്ങൾ കൊണ്ടാവാം അല്ലേ. മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാത്തോജൻസുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ജീൻസിൽ ഉണ്ടാവുന്ന ചില ഡിഫക്ട്സുകൾ കൊണ്ടോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് വരാം, അസുഖങ്ങൾ നേരിടാവുന്നതാണ്. പിന്നെ പ്രധാനമായും നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈലിലൂടെയൊക്കെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ടാ രോഗമത അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് വൺ ആണ് ഇത് അക്വയർഡ് ഡിസീസ്, നമുക്ക് കിട്ടുന്ന അസുഖം, അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്ന അസുഖം അല്ലേ. അപ്പോൾ ഈ അസുഖം നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേബിൾ അഥവാ എന്താണ് പകർച്ചവ്യാധികൾ അല്ലേ, പകരുന്ന വ്യാധികൾ. പകർച്ചവ്യാധികളുമുണ്ട് അതുപോലെ തന്നെ പകരാത്ത വ്യാധികളും ഉണ്ട് അല്ലേ. പകർച്ചവ്യാധികളും പകരാത്ത വ്യാധികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വ്യാധികളും, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഡിസീസും ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഈ അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഡിസീസസിന് കാരണമാകുന്ന ആൾക്കാരുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ പിടിക്കാൻ കാരണമാകുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും പ്രതലങ്ങൾ, എന്താണ് സർഫസ് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വളരെ ചുമയായിട്ട് അല്ലെങ്കിൽ തുമ്മലായിട്ടുള്ള ഒരു വ്യക്തി ചുമച്ച് തുമ്മി കൈയൊക്കെ ഇങ്ങനെ, ഇവിടെ ഇപ്പോൾ ഒരു ഡെസ്കാന്ന് വിചാരിക്കും, ഇവിടേക്ക് ഇങ്ങനെ ആ സർഫസിലൊക്കെ തൊട്ട് മേത്തൊക്കെ തൊട്ട് കുപ്പിയിലൊക്കെ പിടിച്ച് ആ ബോട്ടിൽ വേറൊരു ഫ്രണ്ടിന് കൊടുത്ത്, അല്ലെങ്കിൽ പേൻ ഒരു ഫ്രണ്ടിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ ബുക്ക് ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ എന്ത് പറ്റുന്നു, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും സർഫസിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ ഡിസീസിന് കാരണമായ ഉത്ഭവം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ഉത്ഭവം തുടങ്ങിയ സർഫസിൽ നിന്നും പിന്നീട് അത് എങ്ങോട്ടേക്ക് മാറുന്നു, പേഴ്സണൽ കോണ്ടാക്ട് അല്ലേ, നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന രീതി അല്ലേ. അപ്പോൾ പേഴ്സണൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി, അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലേ, ഒബ്ജക്ട്സുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സുകളോ എങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഡിസീസസുകൾ ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിസീസസുകൾ കോസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ടും ഫസ്റ്റ് തിങ് ആണ് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. പേഴ്സണൽ ഹൈജീൻ അല്ലേ, പേഴ്സണലായിട്ട് വ്യക്തി ശുചിത്വം എന്ന് പറയും. പേഴ്സണൽ ഹൈജീൻ. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, നമ്മൾ കോവിഡ് ടൈം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയാണ്, വി ഹാവ് ടു മേക്ക് എ 1 hand ഡിസ്റ്റൻസ്. എപ്പോഴും നമ്മൾ ആൾക്കാരിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമ്മൾ സംബോധന ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ എപ്പോഴും വി ക്യാൻ എന്ത് ചെയ്യാം, ഒരു മാസ്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അയാൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഹി ക്യാൻ യൂസ്
മാസ്ക് ഓർ വെയർ മാസ്ക്. ഓക്കെ, നമ്മുടെ മുഖം മറയ്ക്കുന്ന എന്തിനാ? ഇത് മുഖം കാണാതിരിക്കാനാണോ? അല്ല, മൂക്കും വായും കവർ ചെയ്ത് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞായിരുന്നു, കോസസുകൾ, കാരണങ്ങൾ പറഞ്ഞു, അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഈ കാരണക്കാര് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസീസ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഓരോ പാത്തോജൻസ് അല്ലെ, രോഗാണുക്കളാണ്. പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ നമ്മുടെ വൈറസ്, ബാക്ടീരിയകളുണ്ട്, പിന്നെ പലതരത്തിലുള്ള വൈറസുകളുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്? ബാക്ടീരിയ. എടാ മക്കളെ ഒരു മിനിറ്റ്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെ നമ്മളുടെ ബോഡിയിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യാം? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഉണ്ട് അല്ലേ, ഫംഗസ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള പാരസൈറ്റുകൾ, പ്രോട്ടോസോൺ. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് കേട്ടോ പറയുന്നത്. പ്രോട്ടോസോൺസ്. പിന്നെ ആരാണ്? പിന്നെ നമ്മുടെ വേംസുകൾ അല്ലേ, വരകൾ. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡിസീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഓരോ ഡിസീസായിട്ട് അല്ലെങ്കിൽ ഓരോ രോഗാണുക്കൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ബാക്ടീരിയൽ ഡിസീസ് അഥവാ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ് രണ്ടാൾക്കാരാണ് TB അഥവാ ട്യൂബർക്യുലോസിസ് അഥവാ ക്ഷയരോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ആര്? റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്നത്. റാറ്റ് ഫീവർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ രണ്ടാൾക്കാരാണ്, രണ്ടുപേരും എന്താണ്? ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള രണ്ട് വ്യത്യസ്തമായ രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ കയറിക്കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യുന്നറിയോ? അയാളുടെ ബോഡിയിൽ കുറച്ച് ടോക്സിൻസുകൾ റിലീസ് ചെയ്യും. എന്ത് റിലീസ് ചെയ്യും? ടോക്സിൻസുകൾ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഫങ്ഷണൽ ആയിട്ടുള്ള സെൽസുകളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫങ്ഷണൽ സെൽസുകളെ അവരെന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യും, വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ എന്താണ് ഒരുമാതിരി ആക്കിക്കളയും. സെൽസുകളെ പ്രശ്നത്തിലാക്കി പിന്നീട് നേരെ എന്താ ചെയ്യുന്നത്? സെൽസുകൾ നശിച്ചാൽ എന്ത് പറ്റുന്നു? ബോഡി ഫങ്ഷണൽ ആകുമോ? ഇല്ല. ബോഡി എന്ത് പറ്റും? ഡിസ്ഫങ്ഷണൽ ആകും. ബോഡി അതിൻ്റെതായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആകും. അവസാനം നമുക്ക് എന്ത് പിടിക്കും? അസുഖം പിടിക്കും. നമ്മളുടെ ബോഡി എന്താവും? വീക്കാവും നമ്മുടെ ബോഡി. ഇങ്ങനെയാണ് ബാക്ടീരിയ ചെയ്യുന്നത്. ബാക്ടീരിയ ഒന്നുമില്ല, നൈസായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി കുറച്ച് ടോക്സിൻസ് റിലീസ് ചെയ്തു, നമ്മുടെ ഹോസ്റ്റ് സെല്ലിനെ നശിപ്പിച്ചു. അവസാനം നമ്മുടെ ബോഡി ഫങ്ഷണൽ ആക്കാതെ ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ സെൽസിൻ്റെ സെൽ മെമ്പറൈനും അതുപോലെ സെല്ലിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള ക്ഷയരോഗം അഥവാ TBനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ഷയരോഗം അഥവാ TB എന്ന് പറയുമ്പോൾ ട്യൂബർക്യുലോസിസ് അല്ലെ, ട്യൂബർക്യുലോസിസ്. ഇദ്ദേഹം എങ്ങനെയാണ് കോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആര്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് അല്ലെ. പേര് വലുതാണെങ്കിലും ആള് ചെറുതാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ പൊടിയനാണ്, വളരെ നേർത്തതായിട്ടുള്ള ചെറിയൊരു ബാക്ടീരിയ ആണ്. പക്ഷേ ഇദ്ദേഹം നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ലങ് സിസ്റ്റത്തിനെയാണ് അവിടെ പ്രശ്നത്തിലാക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ വളരെയധികം പ്രശ്നത്തിലാക്കുന്ന ഒരാളാണ് ആര്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് നമ്മളുടെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് സ്പ്രെഡ് ആവുന്നത്? ത്രൂ സ്നീസിങ് അഥവാ തുമ്മൽ അല്ലെ, സ്നീസിങ് ആൻഡ് കഫിങ്, ചുമ എന്ന രീതി. ഈ രണ്ട് രീതിയിലാണ് എന്ത് വരുന്നത്? നമുക്ക് ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന രോഗം കോസ് ചെയ്യുന്നത്. എപ്പോഴാണ്?
തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അന്തരീക്ഷത്തിൽ എന്ത് വരുന്നു? എയർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുന്നില്ലേ? ഈ എയർ ഡ്രോപ്ലെറ്റ്സുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു, അടുത്ത പേഴ്സണിന് കിട്ടുന്നു. ഈ ഒരു രോഗം വന്നാൽ മറ്റൊരാള് ഈ ഒരു രോഗം കിട്ടുമ്പോൾ മറ്റൊരാൾ അത് ശ്വസിക്കുകയല്ലേ? അങ്ങനെ ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഓർഗൻസുകളായിട്ടുള്ള ലങ്സ്, ബ്രെയിൻ, കിഡ്നി ഇതിൻ്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനമാകും. ആരൊക്കെയാണ്? ലങ്സ്, ബ്രെയിൻ, കിഡ്നി, മൊത്തത്തിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സിലായിരിക്കും അല്ലേ? ലങ്സിൽ, പിന്നെ ബ്രെയിനിൽ ഒക്കെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മളുടെ ക്ഷയരോഗം എന്ന് വെച്ചാൽ അയ്യോ വാടി ഒടിഞ്ഞിരിക്കും അല്ലേ? നമ്മൾ ഒടിയാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ തളർന്നിരിക്കാൻ കാര്യം നമ്മുടെ ബോണല്ലേ? ബോണ്, അതുപോലെ തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഫങ്ഷണൽ ഓർഗൻ ആയിട്ടുള്ള നമ്മുടെ കിഡ്നി അല്ലേ? ഈ 4 ആൾക്കാരെയുമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഓക്കെ, എന്താണ്? ലങ്സ്, കിഡ്നി, ബ്രെയിൻ ആൻഡ് നമ്മുടെ ബോണ്. ഓക്കെ, അപ്പൊ ഇവരെ 4 പേരെ എന്താ പ്രശ്നത്തിലാക്കും. ഇങ്ങനെ പ്രശ്നത്തിലാക്കുന്നത് കൊണ്ട് തന്നെ 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ 2 ആഴ്ചയായിട്ട് ഭയങ്കര ചുമയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഛർദിലും പനിയും നമ്മുടെ ശരീരഭാരമൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങും. ഇങ്ങനെ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾക്ക് അത്രമേൽ അയാളുടെ ബോഡിയിൽ എന്തുണ്ട്? ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ അയാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. ഇനി ഇതിന് നമുക്കൊരു പ്രതിവിധി ഉണ്ടോ? ഒരു പ്രതിവിധി ഉണ്ട്. ആ പ്രതിവിധിയാണ് വാക്സിൻ ആയിട്ടുള്ള BCG വാക്സിൻ അഥവാ ബാസിലെ ക്ലെമന്റെ ഗുറൈൻ വാക്സിൻ എന്ന് പറയുന്നത്. ഒരു ക്ലെമന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു വാക്സിൻ ആണ് ബാസിലസ് ക്ലെമന്റെ ഗുറൈൻ വാക്സിൻ. പേര് നിങ്ങൾ പഠിച്ചാൽ മതി, ഫുൾ നെയിം പഠിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ട്യൂബർക്യുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഇത് എന്താണ്, അവരുടെ എങ്ങനെ പടരുന്നു, ഏതൊക്കെ ബോഡീസ് ഇൻഫെക്റ്റഡ് ആവുന്നു, നമ്മുടെ എന്താ പറയുക, നല്ല രീതിയിലുള്ള ചുമ, പനി, ക്ഷീണം, ബോഡി വെയിറ്റ് ഒക്കെ കുറയിലൊക്കെയാണ് ഇവിടുത്തെ എല്ലൊക്കെ ക്ഷയം, എല്ലാം മസിൽസ് ഒക്കെ ഭയങ്കര വീക്കാവും. അതൊക്കെയാണ് സിംറ്റംസ്. നമുക്ക് ഇങ്ങനെയാണ് BCG വാക്സിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ബാക്ടീരിയൽ രോഗമാണ് ഇത് റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, ഇവിടെയും ബാക്ടീരിയ ആണല്ലേ പ്രശ്നക്കാരൻ. ആ ബാക്ടീരിയയുടെ പേരാണ് ഇത് ലെപ്റ്റോസ്പൈറ എന്നാണ്. ലെപ്റ്റോസ്പൈറ ഈ ഒരു നമ്മുടെ ട്യൂബർക്യുലോസിസ് TB നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു സ്റ്റെയിനിങ് ടെക്നിക്കിലൂടെയാണ്. അതേസമയം നമുക്ക് റാറ്റ് ഫീവർ കണ്ടുപിടിക്കാൻ പറ്റുന്ന എലൈസ ടെക്നിക്കിലൂടെയാണ്. എന്താണ് എലൈസ ടെക്നിക്ക്? ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയിലൂടെയാണ് നമുക്ക് റാറ്റ് ഫീവർ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി ഈ റാറ്റ് ഫീവർ എങ്ങനെയാണ് ആ മക്കളെ ഉണ്ടാവണേന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് പടരണേന്ന് ചോദിച്ചാൽ, നമ്മുടെ റാറ്റ് അദ്ദേഹത്തിന്റെ യൂറിനിലൂടെയും അദ്ദേഹത്തിന്റെ സലൈവ, അതായത് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആയ റാറ്റ് യൂറിനിലൂടെയാണ് നമുക്ക് എന്ത് പകരുന്നത്? റാറ്റ് ഫീവർ പകരുന്നത്. എപ്പോഴാണ്? നമുക്കറിയാം അല്ലെ, വെള്ളത്തിലൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ റാറ്റ് അവിടെ യൂറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂറിനിൽ ഈ പറയുന്ന ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ വെള്ളത്തിൽ കലരും. അപ്പോൾ അതാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ നടക്കണം. അപ്പോൾ നിങ്ങളുടെ കാലിൽ ഒരു മുറിവുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ആ മുറിവ് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒന്നും കൂടെ പ്രശ്നമായി. നിങ്ങൾ ആ മുറിവുള്ള കാലും വെച്ച് കെട്ടിക്കിടക്കണം. വെള്ളത്തിലൊക്കെ ചവിട്ടിയും കളിച്ചും തിമിർത്തൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കാലിലൂടെ, മുറിവിലൂടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നു. നിങ്ങൾക്ക് റാറ്റ് ഫീവർ പിടിക്കുന്നു. ഇങ്ങനെ മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയുക, റാറ്റ് ഫീവർ പിടിക്കാവുന്നത് നമ്മുടെ കണ്ണിലുള്ള, അപ്പൊ എങ്ങനെയൊക്കെയാണ്? വൂണ്ടിലൂടെ കയറുന്നുണ്ട് അല്ലെ? വൂണ്ടിലൂടെ കയറുന്നു. പിന്നെ കയറുന്നത് നമ്മുടെ കണ്ണിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലൂടെയാണ് പ്രധാനമായിട്ട്. കണ്ണിലെ ആ മെമ്പറൈനിലൂടെ, ഐയുടെ മെമ്പറൈനിലൂടെയാണ് പ്രധാനമായിട്ടും എന്ത് പറ്റുന്നത്? നമ്മുടെ ലൈക്ക് വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ബോഡിയിൽ കയറുന്നത്. പിന്നെ നമ്മളുടെ നോസിലൂടെയും, ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട് അല്ലേ? ഐസിൻ്റെയും നോസിൻ്റെയും ഇല്ല. ഐസ് ആൻഡ് നോസിലുള്ള മ്യൂക്കസ് മെമ്പറൈനിലൂടെ ആര് കയറിപ്പോകുന്നു? മ്യൂക്കസ് മെമ്പറൈനിലൂടെ ആര് കയറിപ്പോകുന്നടാ? നമ്മുടെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ കയറിപ്പോകുന്നുണ്ട്. ഇങ്ങനെ കയറിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട്
റാറ്റ് ഫീവർ വന്നാൽ ആകെ പ്രശ്നമാണ്. പ്രധാനമായിട്ടും ഇത് പ്രശ്നത്തിലാക്കുന്ന ഓർഗൻസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിൽട്രേറ്റിംഗ് ഓർഗൻസുകളാണ്. നമ്മുടെ ശ്വാസത്തിനെ ഫിൽറ്റർ ചെയ്യുന്ന ലങ്സ്, നമ്മളുടെ ബ്ലഡുകളെയും വെള്ളത്തിനെയും ഫിൽറ്റർ ചെയ്യുന്ന നമ്മളുടെ കിഡ്നി, പിന്നെ നമ്മളുടെ ലിവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട കുറേ കെമിക്കൽസുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിർവീര്യമാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ടോക്സിൻസുകളെയൊക്കെ ലൈക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണല്ലേ നമ്മുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈലൊക്കെ. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഓർഗൻസുകളാണ് നമ്മുടെ റാറ്റ് ഫീവർ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലാവുന്ന ആൾക്കാർ. ഇനി ഈ റാറ്റ് ഫീവറിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പനി, ഭയങ്കര ഛർദില്, കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ആകെ പ്രശ്നമാവുന്ന കുറേ സിംറ്റംസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു പനിയാണ് ഇത് റാറ്റ് ഫീവർ അഥവാ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിവിധി ഉണ്ട്. ഒന്നുമില്ല, ആന്റിബയോട്ടിക്സുകൾ എടുത്താൽ മതി. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ആന്റിബയോട്ടിക്സുകൾ എടുത്താൽ മതി. നമുക്ക് കാല് കളയാം അല്ലേ, കാല് നമുക്ക് മുറിച്ച് മാറ്റാം. ഓക്കെ, ആരെടുത്താൽ മതി? ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ മതി. ഓക്കെ, ആന്റിബയോട്ടിക്സ് കഴിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ടീരിയ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓർഗാനിസം ആണ് ഏത്? ബാക്ടീരിയ, വൈറസ് അല്ലേ. വൈറസ് നമുക്കറിയാം. വൈറസ് പ്രധാനമായിട്ടും 2 ഡിസീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ആണ് ഏത്? നമുക്ക് ആരെ പഠിക്കാം? ആദ്യം നിപ്പേനെ പഠിക്കാം. ഓക്കെ, നിപ്പ. രണ്ടാമത്തെ വൈറസ് ഡിസീസ് ആണ് ഏത്? രണ്ടാമത്തെ വൈറസ് ഡിസീസ് ആണ് എയ്ഡ്സ് അല്ലേ. എയ്ഡ്സ് എന്ന് പറയുന്നത് അഥവാ HIV രോഗം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് വൺ ആയിട്ടുള്ള നിപ്പ ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ ആകെ ആ ഫിലിം ഓർത്താൽ മതി അല്ലേ. ഏത് ഫിലിം? വൈറസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഓർത്താൽ മതി. അവിടെ അപ്പോൾ നിപ്പ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് കാരണമാവുന്നത് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, വൈറസ് ആണ്. എന്ത് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്? ഓക്കെ, നിപ്പ ഈസ് എ വൈറൽ ഡിസീസ് ആണ്. ഓക്കെ, നിപ്പ ഈസ് എ വൈറൽ ഡിസീസ് ആണ്. അവിടെ കോസ് അപ്പൊ വൈറസിന്റെ പേര് എന്ത് തന്നെയാണ്? നിപ്പ വൈറസ് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നിപ്പ വൈറസ് തന്നെയാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ട്രാൻസ്മിറ്റിംഗ് ഏതാ? നമുക്ക് ആ ഫിലിമിൽ തന്നെ ഉണ്ടല്ലേ, അതിൽ ആ പുള്ളിക്കാരൻ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ താഴെ ഒരു ക്രീച്ചറിനെ കാണുന്നു. അതിന് നേരെ പുള്ളി ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൂടി ആ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് തടവി അതിനെ റോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ് ഹീസ് ആക്ച്വലി. പക്ഷേ അതിൻ്റെ ബോഡിയിൽ നിന്ന് അതിൻ്റെ ബോഡി ഫ്ലൂയിഡ്സുകൾ, സലൈവയും ബോഡി ഫ്ലൂയിഡ്സുകൾ എന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ മേത്തൊക്കെ അദ്ദേഹം കയ്യിലും കോട്ടിലൊക്കെ ഇട്ടായിരുന്നു, ഇങ്ങനെ സ്വൈപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വന്നത്? ഈ പറയുന്ന ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സുകളുടെ ഫ്ലൂയിഡ്സിലൂടെ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഫ്ലൂയിഡ്സ് അഥവാ അവരുടെ ബോഡി സെക്രീഷൻസിലൂടെയാണ് എന്ത് കോസ് ചെയ്യുന്നത്? ബോഡി സെക്രീഷൻസിലൂടെയാണ് ആരെ കോസ് ചെയ്യുന്നത്? നമ്മളുടെ നിപ്പ എന്ന് പറയുന്ന നിപ്പ വൈറസ് കോസ് ചെയ്യുന്നത്. ഇങ്ങനെ കോസ് ചെയ്യുമ്പോൾ ബോഡി സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് വരാം, ആരൊക്കെ വരാം? ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വരാം, യൂറിനൊക്കെ വരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഇത്രയും രീതിയിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നിപ്പ വൈറസ് നമുക്ക് കോസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ പിക്സുകളിലൂടെയും നമുക്ക് നിപ്പ വരാം. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ മേ ബി ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സുകൾ, ഇത്തരത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാറ്റ്സുകളിൽ നിന്നും കടിച്ച ഫ്രൂട്ട്സുകളൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പിക്സുകളെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇതാക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഈ പൊട്ട ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും അല്ലേ, ചിലപ്പോൾ കടക്കാർ കൊടുക്കുക, അല്ലെങ്കിൽ വളർത്തുന്നവർ കൊടുക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മൾ അഴിച്ചൊക്കെ വിടുമ്പോൾ അവർ പോയി കഴിക്കുമ്പോൾ അവർക്കും കിട്ടാം ഈ പറയുന്ന നിപ്പ. സോ അങ്ങനെ അവർക്ക് കിട്ടുമ്പോൾ നമുക്കും കിട്ടൂലേ. നമ്മൾ ചിലവർ പോർക്ക് മീറ്റൊക്കെ കഴിക്കും അല്ലേ. അങ്ങനെയും നിപ്പ എന്ത് ചെയ്യാവുന്നതാണ്? കോസ് ചെയ്യാവുന്നതാണ്. ഇനി നിപ്പേൻ്റെ സിംറ്റംസ് എന്താ? ആ ഫിലിമിൽ ആ നേഴ്സിന് പറ്റുന്നത് അല്ലേ, ഭയങ്കര ചുമയും പ്രശ്നവും ശ്വാസം മുട്ടൽ, നമ്മൾ വല്ലാത്തൊരു സ്റ്റേറ്റിലായിപ്പോവും. നമ്മൾ ആരെന്നറിയാത്ത ഭയങ്കര തലവേദന, അതുപോലെ തന്നെ കഫ് വോമിറ്റിങ്, നമ്മൾ ഡിസോറിയൻറ്റഡ് ആയിപ്പോവും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എപ്പിലെപ്സി, അപസ്മാരം പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരും. ഇനി അപ്പം ഇത്രയും കാര്യങ്ങൾ വന്നു, സിംറ്റംസ് ഒക്കെ കാണിച്ചു. ഇനി നമുക്ക് ഇതിനുള്ള പ്രതിരോധം
ലൈക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ കൂടുതലായ മേ ബി പേഴ്സൺ എന്താവാം, അയാളെ നമ്മൾ അപ്പം തന്നെ ക്വാറന്റൈൻ ആക്കുന്നു, അയാൾക്ക് മെല്ലെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുന്ന് അയാളെ ഓക്കെ ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നിപ്പ അഥവാ ഫസ്റ്റ് ആയിട്ടുള്ള വൈറൽ രോഗം എന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കേസ് നോക്കിക്കേ. രണ്ടാമത്തെ കേസാണ് ആര്? നമ്മുടെ എയ്ഡ്സ് അഥവാ ഓട്ടോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ഓട്ടോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഓട്ടോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അല്ലേ, ഓട്ടോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഡിസീസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ വൈറസ് ആണല്ലേ കോസ് ചെയ്യുന്നത്. ആ കോസ് ചെയ്യുന്ന വൈറസിൻ്റെ പേരാണ് എന്ത്? HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അല്ലേ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന HIV വൈറസ് അപ്പോൾ ആരാണ് കോസ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെന്താണ് ഇതിന് ഫുൾ ഫോം നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇറ്റ്സ് എ സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ആണ് അല്ലേ. ഡിസീസസിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസീസാണ് ഇത് എയ്ഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് എയ്ഡ്സ് ലൈക്ക് സെക്ഷലി ട്രാൻസ്മിറ്റിലൂടെ മാത്രമല്ല ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. മേ ബി ഇത് ചിലപ്പോൾ ഒരാളുടെ എന്താ പറയുക അയാൾ മര്യാദക്ക് ലൈക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ കൊണ്ടിട്ടാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും ആക്സിഡൻ്റലിയും എയ്ഡ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തി അയാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, എന്തെങ്കിലും കാര്യത്തിന് പോയി, എന്തെങ്കിലും വയ്യായികയോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിൽ ഹോസ്പിറ്റൽസുകളിലൊക്കെ ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സുകളൊക്കെ മേ ബി മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കാം യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അവിടുത്തെ നഴ്സുമാരോ ഡോക്ടർമാരോ അറിയാതെ ഈ നീഡിൽസുകൾ, ശരിക്കും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്ന കേസസുകളുണ്ട്, അറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അവർക്ക് യൂസ് ചെയ്ത ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണ് യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസുകൾ മറ്റൊരു വ്യക്തിയിൽ വേറൊരു പേഴ്സണിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഷെയറിങ് അല്ലെങ്കിൽ എന്താ പറയുക ഷെയറിങ് നീഡിൽസ് വിത്ത് ആര്? നീഡിൽസ് വിത്ത് ദി ഇൻഫെക്റ്റഡ് പേഴ്സൺ അല്ലേ. ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഈ രോഗം വരാവുന്നതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇപ്പം ഇൻ കേസ് ഇദ്ദേഹത്തിന് നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഇദ്ദേഹം നേരെ എന്ത് ചെയ്തു? ബ്ലഡ് പോയി ഡൊണേറ്റ് ചെയ്തു. അപ്പോഴും എന്ത് പറ്റുന്നു? ഈ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും സാധാ ഒരു കൊടുത്ത റെസിപ്പിയന്റിന് എന്ത് കിട്ടുന്നു? ഈ പറയുന്ന എയ്ഡ്സ് കിട്ടുന്നു. അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും ആരെ കിട്ടുന്നു? എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോഴും എന്ത് സംഭവിക്കുന്നു? എയ്ഡ്സ് വരുന്നത്. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് ഫ്രം മദർ ടു ഫീറ്റസ്, ഇൻഫെക്റ്റ് ആയിട്ടുള്ള അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് കിട്ടുന്നതും എന്താണ്? എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് അല്ലാതെ കിട്ടുന്ന രീതികൾ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയും എയ്ഡ്സുകളെ നമുക്ക് എന്താവാം? ഇൻഫെക്റ്റഡ് ആവാവുന്നതാണ് അല്ലെങ്കിൽ പിടിക്കാവുന്നതാണ്. ഓക്കെ, സോ അത്രയുമാണ് ഈ പറയുന്ന എയ്ഡ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ എയ്ഡ്സിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ പ്രധാനപ്പെട്ട എഫക്ട്സുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ തന്നെ വീക്കാക്കും. ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്താണ്? ഇറ്റ്സ് എ ഫേറ്റൽ വൺ, മരണഹേതു ആയിട്ടുള്ള ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ T ലിംഫോസൈറ്റ്സുകളിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് T ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. T ലിംഫോസൈറ്റ്സ് എന്നതാണ് T ലിംഫോസൈറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസുകളെ കണ്ടുപിടിച്ച് ഡിസ്ട്രോയ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ആ T ലിംഫോസൈറ്റ്സ് തന്നെ ഇവിടെ എന്താവും? എയ്ഡ്സ് ഉള്ള ആൾക്കാരിൽ ഇൻഫെക്റ്റഡ് ആവും. ഇനി ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഒന്നും ഇതിൽ ചെയ്യാനില്ല. സോ എന്താണ്? എപ്പോഴും വളരെ സെക്യൂർഡ് ആയിട്ടൊക്കെ നമ്മൾ എപ്പോഴും നടക്കണം അല്ലേ. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുകളോ അല്ലെങ്കിൽ അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്സിലൊന്നും നമ്മൾ പോവാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്നോളം അല്ലെങ്കിൽ ഈ പറയുന്ന എയ്ഡ്സിന് ഇതുവരെ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ സയൻറ്റിസ്റ്റുമാർ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ വർക്ക് ചെയ്യുന്നതാണ്
ക്രിസ്പർ ജീൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്പർ ജീൻ ടെക്നോളജി നിങ്ങൾ അടുത്ത ചാപ്റ്റർ പഠിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ജീൻ എഡിറ്റിങ്ങിന് ചെയ്യുന്നു. നമ്മൾ പാട്ട് എഡിറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നപോലെ നമ്മളുടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ വൈറൽ രോഗങ്ങളെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ. ഇനി നമുക്ക് ഫംഗൽ രോഗങ്ങളിലേക്ക് നോക്കാം. ഫംഗസ് കോസിങ് രോഗങ്ങൾ, ഫംഗൽ രോഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഫംഗസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എവിടെ ആയിരിക്കും ഇൻഫെക്റ്റ് ചെയ്യുന്നത്? നമ്മളുടെ സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ നെയില്, പിന്നെ നമ്മുടെ ഹെയർ സ്കാൽപ്പിലൊക്കെയാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ഫംഗൽ രോഗങ്ങൾ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഫംഗൽ രോഗങ്ങൾ കാണുന്നത്. ഈ ഫംഗൽ രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവനവൻ്റെ ബിലോങ്ങിങ്സ് ഷെയർ ചെയ്യാതിരിക്കുക. ഒരാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എപ്പോഴും പേഴ്സണൽ ആക്കി വെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. ഡ്രസ്സ് ആയിക്കോട്ടെ, ടവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. അതായത് പേഴ്സണൽ ബിലോങ്ങിങ്സ് എപ്പോഴും സ്വന്തമാക്കി സൂക്ഷിച്ചു വെക്കുക. ഫംഗസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് റിംഗ് വോമും ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാനിഡയാസിസ് എന്ന് പറയുന്ന ഈ രണ്ട് രോഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമ്മളുടെ റിംഗ് വോം എന്ന് പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ വട്ടച്ചൊറി എന്നാണ് നമ്മൾ പറയുന്നത്, റിംഗ് വോം. ഓക്കെ, റിംഗ് വോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിൻസിൽ ഇങ്ങനെ ഒരു റെഡ് പാച്ചസ് പോലെ ഇച്ചിങ്ങോട് കൂടി കാണുന്നതാണ് എന്ത്? റിംഗ് വോം എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് പാച്ചസ് ഓക്കെ, റെഡ് പാച്ചസ് ഇച്ചിങ്ങോട് കൂടി ഉള്ള ഒരു സ്കിൻ ഇറിറ്റേഷൻ ആണ് ഇത് ഈ പറയുന്ന റിംഗ് വോം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ബിലോങ്ങിങ്സുകൾ ഷെയർ ചെയ്യാതിരുന്നാൽ തന്നെ ഇവിടുത്തെ പാതി പ്രശ്നങ്ങളും തീരും. ഇനി രണ്ടാമത്തെ ഒരു ഫംഗൽ രോഗമാണ് ഇത് കാൻഡിഡയാസിസ് എന്ന് പറയുന്നത്. കാൻഡിഡയാസിസിനെ സംബന്ധിച്ച് റിംഗ് വോം പോലെ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വൈറ്റ് പാച്ചസുകളാണ് കാണാൻ പറ്റുന്നത്. വൈറ്റ് പാച്ചസ് വിത്ത് ഇച്ചിങ്. ഇവിടെ റെഡ് പാച്ചസ് ആണെങ്കിൽ ഇവിടെ വൈറ്റ് പാച്ചസ് വിത്ത് ഇച്ചിങ് ആണ് ആര്? ഈ പറയുന്ന കാൻഡിഡയാസിസ്. വൈറ്റ് പാച്ചസും അതുപോലെ തന്നെ ഇച്ചിങ്ങും ആണ് ഇവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇച്ചിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പറയുന്ന കാൻഡിഡയാസിസും ഇതുപോലെ തന്നെ ക്ലോത്ത്, അതുപോലെ തന്നെ നമ്മുടെ ടവൽ ഷെയറിംഗ് ഒക്കെ നടത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഫംഗൽ രോഗങ്ങൾ പ്രധാനമായി വരുന്നത്. അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സാധനങ്ങളൊന്നും ഷെയർ ചെയ്യാതെ നല്ല കുട്ടികളായിട്ട്, ലൈക്ക് എന്താ പറയുക, പേഴ്സണൽ ബിലോങ്ങിങ്സുകളൊന്നും ആർക്കും ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രയും ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന ഫംഗൽ കഴിഞ്ഞു. അപ്പോൾ ബാക്ടീരിയ പഠിച്ചു, വൈറസ് പഠിച്ചു, ഫംഗൽ പഠിച്ചു. ഇനി നമുക്ക് പ്രോട്ടോസോവ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗത്തിനെ പറ്റി പഠിക്കാം. ആരാണ്? പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോയിനെ സംബന്ധിച്ച് ഇറ്റ് സംതിങ് എന്താണ്? ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കരിയോട്സ് ആണ് അല്ലെ, ഏകകോശ യൂക്കരിയോട്സുകളാണ് അവരെന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് നമ്മുടെ RBCനെയാണ് പ്രധാനമായിട്ടും ഇൻഫെക്റ്റ് ചെയ്യുന്നത്. റാപ്പിഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. അതുപോലെ അത്രത്തോളം നമ്മളുടെ ബോഡിയിലെ സെൽസുകളെ ഡിസ്ട്രോയ് ചെയ്ത് അവരുടെ ബോഡിയിൽ നിന്നും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നടാ? പ്രൊഡ്യൂസ് ചെയ്യുന്നു. റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈയും ചെയ്യും. അതുപോലെ തന്നെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡീനെ ഡിസ്ട്രോയ് ചെയ്ത് നോൺ ഫങ്ഷണൽ ആക്കി കളയാൻ അത്രമേൽ എന്താ പറയുക, ലൈക്ക് ശക്തിയുള്ള ആൾക്കാരാണ് ആര്? പ്രോട്ടോസോവാൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതിൽ അവർ കൊണ്ട് കോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മലമ്പനി അഥവാ മലേറിയ എന്ന് പറയുന്നത്. ആരാണ്? മലേറിയ. ഓക്കെ, മലേറിയ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന പ്രോട്ടോസോവാണ് ആര്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ആരാണ്? പ്ലാസ്മോഡിയം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഈ മലേറിയ കോസ് ചെയ്യുന്ന ആളാണ് പ്ലാസ്മോഡിയം എന്ന് നമ്മൾ കണ്ടല്ലേ. ഇനി ഈ പ്ലാസ്മോഡിയം ആയിട്ടുള്ള ആള് എങ്ങനെയാണ്, പ്രോട്ടോസോൺ എങ്ങനെയാണ് മലേറിയ കോസ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് പേഴ്സൺ ടു പേഴ്സൺ ബൈ ഒരാളുണ്ട്, ഒരു ചേട്ടൻ, ഒരു കുഞ്ഞൻ ഒരു സാധനമുണ്ട്. അയാളാണ് ആര്? ഫീമെയിൽ ആനോഫിലസ് മോസ്കിറ്റോ. ഈ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പുള്ളിക്കാരിയാണ് ശരിക്കും പറഞ്ഞ ഒരു ഇൻഫെക്റ്റഡ് മലേറിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നും ഈ പുള്ളിക്കാരനെ കുത്തി മറ്റൊരു ഇൻഫെക്റ്റഡ് അല്ലാത്തൊരു വ്യക്തിയിൽ കയറി അയാൾക്കും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ത്രൂ ഫീമെയിൽ ആനോഫിലസ് മോസ്കിറ്റോ ആണ്. പ്ലാസ്മോഡിയം ആണ് ഇവർ ഇങ്ങോട്ടേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ക്യാരി ഔട്ട് ചെയ്തുണ്ടാവുന്ന അസുഖമാണ് ഇത് മലേറിയ എന്ന് പറയുന്നത്. മലേറിയ എന്ന് പറയുമ്പോൾ വളരെ പനി, വളരെ വിറയല്, ഛർദില്, ശരീരഭാരം കുറയല്, ഭയങ്കര എല്ലാ എല്ലുകൾക്കും പേശികൾക്കൊക്കെ വളരെ ക്ഷയമായിരിക്കും. ലൈക്ക് മസിൽസും എല്ലും ഒക്കെ വീക്ക്, ഇങ്ങനെ തളർന്നൊടിഞ്ഞിരിക്കുക. വളരെ വലിയൊരു പ്രശ്നമുള്ളൊരവസ്ഥയാണ് ഇത് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രോട്ടോസോവ കൊണ്ടുണ്ടാവുന്ന ഈ ഒരു മലേറിയ പോലെ ഉണ്ടാവുന്ന അസുഖത്തിനെ സംബന്ധിച്ച് ഇവര് കുറച്ചും കൂടി നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഒന്നെന്ന് പറഞ്ഞാൽ മോസ്കിറ്റോ കൺട്രോൾ തന്നെയാണ് അല്ലേ. നല്ല രീതിയിൽ വീടൊക്കെ അടച്ച് സേഫ് ആക്കി ഇരിക്കുക, മോസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യുക, മോസ്കിറ്റോസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലൈക്ക് സംതിങ് നമ്മളുടെ ഈ കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് അവരെയൊക്കെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് മലേറിയ കുറയ്ക്കാനുള്ള ഇത്. കെട്ടിക്കിടക്കണ വെള്ളമൊക്കെ വരാതിരിക്കുക, അനുവദിക്കാതിരിക്കുക, അതൊക്കെ മാറ്റുക, കൊതുക് മുട്ടയിട്ട് പെരുകാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ ബോഡിയിൽ അസുഖം കോഴ്സ് ചെയ്യുന്ന ഒരാളുണ്ടല്ലേ. അയാളാണ് ആര്? അയാളാണ് നമ്മുടെ വോംസ്, നമ്മുടെ ലാസ്റ്റ് ചേട്ടൻ വോംസ്, പുഴുക്കൾ അഥവാ വിരകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഈ വിരകൾ വന്നാലുള്ള പ്രശ്നം എന്താണ്? അസഹനീയമായിട്ടുള്ള വയറുവേദന, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കോസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ നഖം കടിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് വരും? ഈ വോം കോസിങ് ഡിസീസസുകൾ വരാവുന്നതാണ്. വിരസുഖം അല്ലെങ്കിൽ വിര റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് കോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? എന്തിലൂടെയാണ്? നെയിൽ ബൈറ്റിങ്, നെയിൽ കടിക്കുന്നത് വഴി, നെയിൽ ബൈറ്റ് വഴി. അതുപോലെ തന്നെ കൈ കഴുകാതെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? വിത്തൗട്ട് വാഷിങ് യുവർ ഹാൻഡ് അല്ലെ, വിത്തൗട്ട് ഹാൻഡ് വാഷ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നതാണ് മറ്റൊരു രോഗത്തിന് കാരണമാവുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നമുക്ക് വയറുവേദന, ഛർദില്, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും നമുക്ക് വരുന്നുണ്ട് അല്ലെ. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വരുന്നു. ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന നമ്മുടെ വോംസ് കൊണ്ട് വിരകൾ വഴി നമുക്ക് വരാവുന്നതാണ്. ഇനി നോക്കിക്കേ, ഈ വോംസ് കൊണ്ട് കോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഫിലാരിസിസ് എന്ന് പറയുന്നത്, അഥവാ മന്ത്. ഓക്കെ, ഫിലാരിയാസിസ്. ഓക്കെ, ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി കോസ് ചെയ്യുന്ന ഒരു വോമാണ്. ഓക്കെ, കോസ് ചെയ്യുന്നത് ഒരു വോമാണ്. ഈ വോമിനെ നമ്മൾ നേരത്തെ കണ്ട പ്രോട്ടോസോവയുടെ ട്രാൻസ്മിറ്റർ ഇല്ലേ, ഇത് കൊതുകായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, കൊതുക്, വോമെന്ന് എഴുതിയാട്ടോ W. ഓക്കെ, അപ്പോൾ ഈ വോമിനെയും കൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു മോസ്കിറ്റോ ഉണ്ട്. ആ മോസ്കിറ്റോ ആണ് ഏത്? ക്യുലെക്സ് മോസ്കിറ്റോ എന്ന് പറയുന്നത്. ക്യുലെക്സ് കൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോയി കുത്തി. ഓക്കെ, ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ പോയി കുത്തി, ഫിലാരിസിസ് ഉള്ള ഒരു ആളെ പോയി കുത്തി. അങ്ങനെ കുത്തുമ്പോൾ എന്ത് പറ്റുന്നു? ഇവരുടെ കൊമ്പ് വെച്ച് ഇവർ ബ്ലഡ് അകത്തോട്ട് കയറ്റുന്നില്ലേ? ഈ ബ്ലഡ് ഇവരുടെ ബോഡിയിൽ ഉണ്ടാവില്ലേ? കൊതുകിൻ്റെ ബോഡിയിൽ വരും അല്ലേ. അങ്ങനെ ഈ കൊതുകിൽ നിന്നും ഏത് കൊതുകാണ്? ക്യുലെക്സ് കൊതുക് കേട്ടോ. ഈ ക്യുലെക്സ് കൊതുകിൽ മോസ്കിറ്റോയിൽ നിന്നും
എന്ത് പറ്റുന്നു, ഈ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഫിലാരിയസിസ് ഉള്ള ഒരാളെ അവർ പോയി കുത്തുന്നു. ഇങ്ങനെ കുത്തുമ്പോൾ അവരുടെ ബോഡിയിൽ ആരുണ്ടാവുന്നു, ഈ ഫിലാരിയൽ വോമുകളുടെ ലാർവീസുകൾ അവിടെ വരുന്നു. എന്താണ്, കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ വോം ഇവരുടെ ഉള്ളിൽ കയറി. അത് കഴിഞ്ഞ് ഇവർ വേറെ ഇൻഫെക്റ്റഡ് അല്ലാത്തൊരു പേഴ്സണിൽ പോയി കുത്തുമല്ലോ. അദ്ദേഹത്തിൽ പോയി കുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലിംഫ് നോഡുകളിൽ പോയി ബ്ലഡ് ഇറങ്ങുമല്ലോ, അല്ലെങ്കിൽ ഇവരുടെ കൊമ്പ് വഴി നേരെ കുത്തുമ്പോൾ ഇവർ ഇതിൽ നിന്ന് ഊസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ലിംഫ് നോഡുകൾ, അതായത് ഇൻഫെക്റ്റഡ് അല്ലാത്ത ആൾക്കാരുടെ ലിംഫ് നോഡുകളിൽ എന്ത് പോയി വരും, ഈ ലാർവീസുകൾ അവിടെ എത്തും. ലാർവീസുകൾ അവിടെ എന്താ പറയുക, ലോഡ്ജ്ഡ് ആവും. ഓക്കെ, ഫിലാരിയൽ വോംസുകളെ ആര് കൊണ്ടുപോകും, ക്യുലെക്സ് മോസ്കിറ്റോ കൊണ്ടുപോകും. ഈ ക്യുലെക്സ് മോസ്കിറ്റോ അവരുടെ ലിംഫ് നോഡുകളിൽ പോയി ലോഡ്ജ് ആവും, കെട്ടിക്കിടക്കും. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി എന്ത് സംഭവിക്കുന്നു, ഈ ലാർവകൾ അവിടെ പെരുകി എന്താവുന്നു, ഈ പറയുന്ന ഓരോ വെസൽസുകളും കാപ്പിലറീസുകൾ, ഇങ്ങനെ ഇരുന്ന കാപ്പിലറീസുകളൊക്കെ ഇങ്ങനെ മന്ദം ഇങ്ങനെ വലുതായിട്ടിരിക്കും. ഈ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് ഫ്ലോ ഏറ്റവും കൂടുതൽ എന്താണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയി കെട്ടിക്കിടന്ന് ഫ്ലോ ചെയ്യുന്ന ബോഡിയുടെ 2 പാർട്സുകളാണ്. ഒന്നെന്ന് പറയുന്നത് ലെഗും, രണ്ടെന്ന് പറയുന്നത് ജെനറ്റിയൽ ഓർഗനും. ഓക്കെ, ഈ 2 സ്ഥലങ്ങളിലാണ്, ഈ 2 സ്ഥലങ്ങളിൽ ലിംഫ് നോഡുകളിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ലാർവകൾ. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ലിംഫ് നോഡുകൾ എന്താവും, സ്വള്ളൻ ആൻഡ് ബിഗ്, ഇങ്ങനെ വീർത്തിരിക്കും, സ്വള്ളനായിട്ടിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇത് ഫിലാറിയൽ രോഗം. ഇത് അഥവാ നമ്മുടെ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ കണ്ടേ, ഡിസീസ് എന്താണെന്ന് കണ്ടല്ലേ. നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം മാൽഫങ്ഷൻഡ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് അസുഖം വരുന്നത്. ഈ അസുഖം വരാൻ പല കാരണങ്ങളുണ്ട്. നമ്മളുടെ ഹൈജീൻ പ്രശ്നം, ലൈഫ് സ്റ്റൈൽ പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൽ കുറേ കീടാണുക്കൾ, കുറേ മൈക്രോ ഓർഗാനിസംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് അടങ്ങി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ രോഗങ്ങൾ നമുക്ക് പ്രശ്നമാവുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആരായിരുന്നു, ബാക്ടീരിയ ആയിരുന്നു. സെക്കൻഡ് വൺ ആരായിരുന്നു, വൈറസ് ആയിരുന്നു. തേർഡ് വൺ ആരായിരുന്നു, ഫംഗസ് ആയിരുന്നു. ഫോർത്ത് വൺ പ്രോട്ടോസൂവൻസ്, പിന്നെ നമ്മുടെ വോം അല്ലേ. ഇത്രയും ആൾക്കാരായിരുന്നു. ഇതിൽ പ്രോട്ടോസൂവൻസ് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതായിരുന്നു, അത് നമ്മളുടെ മലേറിയ ആയിരുന്നു അല്ലേ. മലേറിയ, പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന മലേറിയ ആയിരുന്നു. അതേസമയം ഫംഗസ് ആകുമ്പോൾ 2 ആൾക്കാരെ കണ്ടു, നമ്മൾ റിംഗ് വോമിനെയും കണ്ടു, അതുപോലെ തന്നെ കാൻഡിഡാസിസിനെ നമ്മൾ കണ്ടല്ലോ. പിന്നെ വൈറസിന്റെ കേസിലായപ്പോഴോ നമ്മൾ HIV അഥവാ എയ്ഡ്സിനെ കണ്ടു. പിന്നെന്താ, നിപ്പേനെ കണ്ടു അല്ലേ, നിപ്പ. പിന്നെ നമ്മൾ ബാക്ടീരിയയുടെ കേസിലായപ്പോഴോ റാറ്റ് ഫീവറും, അതുപോലെ തന്നെ പിന്നെ ആരെ കണ്ടത്, നമ്മുടെ ട്യൂബർക്യുലോസിസ് അഥവാ TB കണ്ടു. പിന്നെ നമ്മുടെ ഒരു മിനിറ്റ് ഇട്ടാ മക്കളെ, ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വോമിന്റെ കേസിലാണെങ്കിൽ ഫിലാരിയാസിസ് അഥവാ നമ്മുടെ മന്ത് രോഗം അല്ലെ. ഇത്രയും അസുഖങ്ങളാണ് നമ്മൾ കണ്ടത് ആണല്ലോ. ഇതിൽ പ്രോട്ടോസൂവൻസുകൾ പൊതുവെ എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, നമ്മളുടെ ആനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ വഴി കോസ് ചെയ്യുമ്പോൾ, ഫംഗസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഡയറക്റ്റ് ആയിട്ട് ഒന്നുമില്ല, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സുകൾ ഷെയറിങ്ങിലൂടെ. പിന്നെന്താണ്, വൈറസ് ആണെങ്കിൽ, അതിൽ നിപ്പയാണെങ്കിൽ എന്താണ്, ആ നമ്മുടെ ബാറ്റുകളുടെ, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റുകളുടെ യൂറിൻ, സലൈവ, അവരുടെ ബോഡി സെക്രീഷൻസുകൾ വഴി. HIV ആണെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ, നീഡിൽസുകൾ ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ബ്ലഡ് കൊടുക്കുമ്പോഴോ, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട്. റാറ്റ് ഫീവറും ട്യൂബർക്യുലോസിസും ആണെങ്കിലോ, റാറ്റ് ഫീവറിന്റെ കേസിലാണെങ്കിൽ റാറ്റ് യൂറിൻ വഴി, വൂണ്ട് വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള മ്യൂക്കസ് വഴിയോ, അല്ലെങ്കിൽ നോസ് വഴിയൊക്കെയാണ് കയറി പോകുന്നത്. അതേസമയം ഫിലാരിയൽ വോം ഫിലാരിസിസ് കോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ മോസ്കിറ്റോ വഴിയാണ് അല്ലെ, ക്യുലെക്സ് മോസ്കിറ്റോ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ബാക്ടീരിയന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ, ബാക്ടീരിയ നേരെ നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വൈറസ് എന്താ ചെയ്യുന്നത്, വൈറസ് നമ്മളുടെ ബോഡിയിലെ ജനറ്റിക് മെറ്റീരിയലിനെ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലും. ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് ടപ്പ് എന്ന് പറഞ്ഞ് എന്താ, ഇഞ്ചിഞ്ച് ഇൻ ദ സെൻസ് ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ട് നൈസായിട്ട് ഇതാക്കിയിട്ട് അവർ കയറി അവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മകള് കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.